ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് കരണ്ടി ഓംപ്ലേറ്റ് ആണ്. കരണ്ടി ഓംപ്ലേറ്റ് പറയുമ്പോൾ ഇന്നൊക്കെ ഇപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഇതിലൊക്കെ ഉണ്ടാക്കും. പണ്ടൊക്കെ കരണ്ടി ഓംപ്ലേറ്റ് പറയുമ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുക. ഈ കരണ്ടി ഓംപ്ലേറ്റ് പറയുന്നത് എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. കരണ്ടി ഓംപ്ലേറ്റ് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ നിറയെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മയും അച്ഛനൊക്കെ ജോലിക്ക് പോണ ഒരു സമയങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിറയെ കുട്ടികൾ കളിക്കാനായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമ്മേനും ഇവരെയൊന്നും അറിയാതെ ഈ മുട്ടയൊക്കെ എടുത്ത് കരണ്ടി ഓംപ്ലേറ്റ് ചുടും. അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ ആ ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തി തന്നാലോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കരണ്ടിയാണ്. കരണ്ടി എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് കരണ്ടി ഓംപ്ലേറ്റ് ചുടുന്നത്. പക്ഷേ ഇത് കടയിലൊക്കെ എളുപ്പമാണ് മേടിക്കാൻ കിട്ടാനും വിലയും കുറവാണ്. ഒരു 10-35 രൂപയൊക്കെ ഉള്ളൂ. ഈ കരണ്ടിന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്തിരിക്കണമെന്ന് നോക്കിയോ, ഇങ്ങനെയാക്കിയെടുത്തു. അതൊക്കെ സിമ്പിളാണ്, നമുക്ക് തന്നെ ആക്കാൻ പറ്റിയതാണ്. ഇത് കണ്ടില്ലേ, ഈ കരണ്ടിക്കും നമുക്ക് പിടിക്കാനും നമുക്കിങ്ങനെ പിടിച്ച് വെക്കാനും ഇങ്ങനെ പിടിച്ച് നിൽക്കാനൊക്കെ ഉള്ള ഓർസിലാക്കിയതാണ് കരണ്ടി. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതേപോലെ നമുക്ക് മുട്ടയൊക്കെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. കരണ്ടി ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടില്ലേ, വളരെ വില കുറവാണ്. എല്ലാ ഇരുമ്പ കടകളിലും ഇത് കിട്ടുന്നതാണ്. അതില്ലേ, അപ്പോൾ ഇനി എനിക്ക് വേണ്ട ഫസ്റ്റ് മുട്ടയാണ്. മുട്ട, ഉപ്പ്, പച്ചമുളക്, എണ്ണ, കുരുമുളക് പൊടി, മല്ലിയില, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ കരണ്ടി ഓംപ്ലേറ്റ് ചുടുന്നത്. അപ്പോൾ അത് ചുടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് അടുപ്പ് കത്തിക്കണം, അത് കനലാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഗ്രില്ലടുപ്പിലാണ്. നമുക്ക് വിറക് അടുപ്പിലോ ഗ്യാസിലോ എന്ത് വേണമെങ്കിലും ഏത് അടുപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഗ്രില്ലടുപ്പിലാണ് ചെയ്യണത്. തീ കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കനലാവട്ടെ, അതുവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കനലൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. അതൊക്കെ ഒന്ന് തന്നെ അരിഞ്ഞെടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ 6 മുട്ട എടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, 1 തണ്ട് മല്ലിയില ഇട്ടിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പൊടിയാണ്. നമുക്ക് മുട്ട എടുത്ത് ഒഴിക്കാം. നാടൻ മുട്ടയാണ്, അതാണ് ചെറുത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ പിന്നെ ഇപ്പോൾ നമുക്ക് തക്കാളി, ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഏത് വേണമെങ്കിലും ഇടാം. ഇതിപ്പോൾ ഞാൻ വേറൊരു വ്യത്യാസത്തിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ നമ്മുടെ കനലായി കഴിഞ്ഞു. നമുക്ക് ആദ്യം വെച്ച് കൊടുക്കേണ്ടത് കരണ്ടിയാണ്. കരണ്ടി ഓംപ്ലേറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വരും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിതിങ്ങനെ വെക്കാനും പറ്റും. നമ്മൾ കനലൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പണ്ട് കാലത്തൊക്കെയാണ് ഇങ്ങനത്തെ സാധനം. അപ്പോൾ ഇപ്പോൾ നാച്ചുറലായിട്ട് എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇതിലും നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് എണ്ണ തേക്കണമെന്ന് നോക്കോളൂ. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എങ്ങനെയാണ് ഞാൻ ഒഴിക്കണമെന്ന് നോക്കോളൂ. ഇതങ്ങനെ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതാ ഇങ്ങനെ എടുക്കുക. ഈ കരണ്ടിക്ക് അനുസരിച്ച് എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഓരോരോ മിനിറ്റേ വേണ്ടുള്ളൂ. നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ടത് നമുക്ക് വേഗം പാത്രത്തിലേക്ക് ആക്കാം. അത്ര സിമ്പിളാണ്. ഇതാ നോക്കോളൂ, ഞാൻ ഇങ്ങനെ എടുത്തില്ലേ, ഇതാ ഇങ്ങനെ ആക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോൾ എടുക്കുമ്പോഴും നല്ല പോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ കുരുമുളക് പൊടി ഇതൊക്കെ താന്നിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു കയ്യിലെടുക്കണം. ഇനി നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ഇതും കൂടെ ആയിട്ടുണ്ട്. ഇടുന്നത് നോക്കിക്കോളൂ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇടുക. അങ്ങനെ നമ്മുടെ കനലിൻ്റെ ചൂടും കഴിഞ്ഞു. മുട്ടയൊക്കെ ഓംപ്ലേറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൈ കൊണ്ടുപോലും ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് വെക്കാം. ഏത് ലെവലിലേക്ക് വേണം. ഞാനിപ്പോൾ ഇതിൽ 6 മുട്ട വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നൈസായിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. കട്ടിയിൽ നമ്മൾ ചുട്ടു വെച്ച് ചിലപ്പോൾ ഉള്ളു വേവാതെ ഇരിക്കുമോ, അതുകൊണ്ടാണ് അത്ര നൈസിൽ ചുട്ടിരിക്കുന്നത്. നമുക്ക് എന്നാലും നല്ലോണം കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ടേസ്റ്റ് ചെയ്യണം. ബാബു, നമ്മുടെ കരണ്ടി ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വന്ന് കഴിച്ചു നോക്കൂ. അങ്ങനെ നമ്മുടെ
അടിപൊളി കരണ്ടി ഓംലേറ്റ് ചുട്ടെടുത്ത് സൂപ്പറായി കനലിൽ ഉണ്ടാക്കിയെടുത്തു അല്ലേ? പുഷ്പമ്മന്റെ പഴയ ഒരു ഓർമ്മ കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും കാണിച്ചു തന്നു. അടിപൊളിയുണ്ട്, കാണാനും എല്ലാം സൂപ്പറാണ്. ഗംഭീര അത് വെയിറ്റും ഇല്ല, നൈസ്, ഒരുമാതിരി എന്താ പറയാ, ഇതിനെ എന്തുമായിട്ട് ഉപമിക്കാനൊന്നും പറ്റില്ല അല്ലേ? ഒന്നും ഉപമിക്കാനൊന്നും ഇല്ല. പക്ഷെ അതാ നൈസാണ്. ഇത് എങ്ങനെയൊക്കെ പിടിക്കുക, ചുരുട്ടി കൂട്ടുക, ഒരു ഓംലേറ്റ് തന്നെ എത്രയൊക്കെ ചെറുതാക്കിയില്ല. ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ ഓംലേറ്റ് തന്നെ. പക്ഷെ കഴിക്കാൻ പോരാ, അത് ഇനിയും കഴിക്കാൻ പോകണ ഇങ്ങനെ ആക്കണോ? കഴിക്കട്ടെ. സംഭവം നല്ല അടിപൊളി. നോർമൽ ഓംലേറ്റ് വലിയ വിശദീകരണമൊന്നുമില്ല, അടിപൊളി. അങ്ങനെ പറയണോ? എന്താ പറയാ വെച്ചാ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കുക, അത്രയൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സംസാരിക്കാൻ പറ്റില്ല, മുറിച്ച് കഴിക്കണം. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുഷ്പമാ സാധാ ഗ്യാസിലും എല്ലാത്തിലും ഈ അടുപ്പിൽ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഇതേപോലെ കനലടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ ചെയ്തു. അല്ലാത്തവർക്ക് ഗ്യാസിലോ നോർമലി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അടുപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം. പാത്രത്തിൽ എങ്ങനെ വേണമെങ്കിലും, ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കറണ്ടിയായിട്ട് യൂസ് ചെയ്യാം. പുഷ്പം ഇപ്പൊ തന്നെ ചിരിക്കാൻ തുടങ്ങി, സന്തോഷമായി. സന്തോഷമല്ല, ഇതേപോലെ നമ്മളൊക്കെ കളിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതെ അതെ അതെ, പുഷ്പമ്മന്റെ കളി ഫുഡാണിത്. കറണ്ടി ഓംലേറ്റ്. അത് ഏത് പാത്രത്തിൽ ഉണ്ടാക്കുമോ ആ ഓംലേറ്റ് ആയിട്ട് മാറും നമ്മുടെ ഓംലേറ്റ്. അപ്പൊ കറണ്ടി ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ചിട്ട് പുഷ്പമ്മനെ അറിയിച്ച സന്തോഷവും. അപ്പൊ എല്ലാവർക്കും അടുത്ത കിട്ടിക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പാടിക്കിച്ചന്റെ ബൈ.